അനോയിൻറ്റിങ്ങിൻ്റെ മൂന്നാമത്തെ ലെവലിലേക്കാണ് ഞാൻ വരാൻ താല്പര്യപ്പെടുന്നത്. മൂന്നാമത്തെ ലെവൽ അതിന് വായിക്കാം. സക്കറിയാവിന്റെ പുസ്തകം 4:14. അതിന് അവൻ, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് വായിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ പാറിപ്പോകുന്ന ഒരു ചുരുൾ കണ്ടു. അവൻ എന്നോട്, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ, പാറിപ്പോകുന്ന ഒരു ചുരുൾ കാണുന്നു, അതിന് 20 മുഴം നീളവും. 12 വായിച്ചോ സിസ്റ്റർ. ഞാൻ 2-ാം പ്രാവശ്യം അവനോട്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്ത് എന്ന് ചോദിച്ചു. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സൺസ് ഓഫ് ഓയിൽ എന്ന് പറഞ്ഞ എണ്ണയുടെ മക്കളെന്ന്. സ്തോത്രം. ഒന്ന് തൈലപാത്രം, 2 കൊമ്പ് കൊണ്ട് അഭിഷേകം ചെയ്തതാ. പക്ഷെ മൂന്നാമത്തത് സ്തോത്രം, ഇതിന് പേര് തന്നെ സൺസ് ഓഫ് ഓയിൽ എന്ന്. ഈ അനോയിന്റിംഗ് ആണ് അന്ത്യകാലത്തിൽ ദൈവം സഭയ്ക്ക് വേണ്ടി റിലീസ് ചെയ്യാൻ പോകുന്ന അഭിഷേകം. സ്തോത്രം. ഇവർ പ്രത്യേകമായിട്ട് ഉപവസിക്കേണ്ട, പ്രത്യേകമായിട്ട് വേർപെട്ട് 21 ദിവസം ഉപവാസത്തിൻ്റെ മധ്യത്തിൽ കിട്ടുന്ന അനുഭവമല്ല. ഇവരെ കൂടെ തന്നെ എപ്പോഴും ഇവർ ഡയറക്റ്റായിട്ട് പരിശുദ്ധാത്മാവായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതാണ് 3rd ലെവൽ അനോയിന്റിംഗ്. മൂന്നാമത്തെ ലെവല്. ആമേ പാസ്റ്ററെ എങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും പിടികിട്ടുന്നില്ല. ഈ തൈലം ഉണ്ടാക്കുന്നത് എങ്ങനെ? തൈലം ഉൽപാദനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന്, അഭിഷേകം തൈലത്തിന് ഈ ഒലിവ് വൃക്ഷത്തിലിരുന്ന് ഒലിവ് കായ്കളെ കൊണ്ടുവന്ന് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞ് ഫിൽട്ടർ ചെയ്ത് അങ്ങനെയാണല്ലോ ഓയിൽ എടുക്കുന്നത്. അത് ഒരു മെത്തേഡ്. ദാറ്റ് ഈസ് ദ പ്രോസസ്സിങ് മെത്തേഡ്. അതാണ് പ്രോസസ്സിങ് മെത്തേഡ്. സ്വത്രം. രണ്ടാമത്തെ മെത്തേഡ്, ഇതിന് ഒരു പ്രോസസ്സിങ്ങും ഇല്ല. ഒരു പ്രോസസ്സിങ് അല്ല. ഇത് മരത്തിൽ തന്നെ പഴുത്ത് സ്വത്രം ഈ ഓയിൽ തുള്ളി ഇട്ടുകൊണ്ടിരിക്കും. ഇതിൽ കൂടി നടക്കുന്നവൻ്റെ മണ്ടയ്ക്കല്ല ഇത് വിടുന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒന്ന് അല്ലല്ല പ്രോസസ്സിൽ കൂടി നടക്കുന്നതും. രണ്ടാമത്തത് അഭിഷേകത്തിൻ്റെ പ്രത്യേകത, ഈ ചുമ്മാ നടക്കുമ്പോൾ നീ പോകുന്ന സ്ഥലത്ത് ഈ അഭിഷേക തൈലം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. പരിശുദ്ധാത്മാവായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സ്വത്രം. അവിടെ ചതയ്ക്കണ്ട, ഇടിക്കണ്ട, പിഴിയണ്ട, ഒന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കിട്ടുന്നത് പോലെ തന്നെ ഈ അഭിഷേകത്തിലേക്ക് കയറിയ നീ നടന്നു പോകുന്ന ഇടത്ത് ഈ അഭിഷേക തൈലം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് ഒഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അഹരോന്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ അത് ഒഴുകിയതുപോലെ ഈ ദിവസങ്ങളിൽ അന്ത്യകാലത്തിൽ ദൈവം തന്റെ സഭയുടെ മേൽ ഈ അനോയിന്റിങ്ങിനെ റിലീസ് ചെയ്യാൻ പോകുന്നു. ഇത് ഏത് വസ്തുവിൽ നിന്നല്ല, തൈലപാത്രത്തിൽ നിന്നല്ല, കൊമ്പിലിരുന്നല്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് ഒഴിവ് വൃക്ഷത്തിൽ നിന്ന് തന്നെ ഒഴുകാൻ പോകുന്നു. എത്ര പേർക്ക് പിടികിട്ടിയോ എനിക്ക് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വാതുറന്ന് പറ ഹല്ലേലൂയ. ദൈവമായിട്ടൊരു ബന്ധം, പരിശുദ്ധാത്മാവായിട്ടൊരു ബന്ധം ഞാൻ ഇതുവരെ കാണാത്തതുപോലെ, അനുഭവിക്കാത്തതുപോലെ ദൈവമായിട്ടൊരു സ്നേഹബന്ധം അടുപ്പം എനിക്ക് വരുന്നു. ദൈവാത്മാവ് പറഞ്ഞു, പ്രോസസ് ഇല്ലാതെ ഈ കാര്യങ്ങൾ നടക്കും. നോ പ്രോസസ്സിങ്, നോ വെയിറ്റിംഗ് പീരീഡ്. ദൈവം ഇത് ചെയ്യുമെന്ന്. ആമേൻ.